ഗൗതമേ, നേപ്പാളിൽ നിന്ന് പുതിയൊരു വാർത്ത വരുന്നുണ്ട്. നമ്മൾ നിരന്തരമായി മതപരിവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് മാത്രമല്ല മതപരിവർത്തനം നടക്കുന്നത് എന്നും മതപരിവർത്തനത്തിന് വേണ്ടി പല മതങ്ങളിലെ പല ആളുകളും ഒരു മാഫിയ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതുമാണ് ഇപ്പോൾ ലോകത്ത് നിന്ന് തന്നെ നമുക്ക് ലോകവ്യാപകമായി കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഇപ്പോൾ നേപ്പാളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഇത് അമേരിക്കൻ പൗരന്മാർക്കെതിരെ ഈ വിഷയങ്ങളിൽ നേപ്പാൾ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ്? തീർച്ചയായും പാർത്ഥൻ, നമ്മൾ ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതും സംസാരിക്കേണ്ടതുമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇവിടെ നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ സുഡാപ്പികൾ എങ്ങനെയാണ് ഹിന്ദു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ തദ്ദേശീയരായിട്ടുള്ള ചില ജനവിഭാഗങ്ങളെ മതപരിവർത്തനം നടത്തുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അത്തരം നിരവധി വാർത്തകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. വലിയ രീതിയിലുള്ള ഒരു പിന്തുണയും അത്തരം വാർത്തകൾക്കൊക്കെ ലഭിക്കാറുണ്ട്. എന്നാൽ സുഡാപ്പികൾ മാത്രമല്ല മതപരിവർത്തനം നടത്തുന്ന ലോബികളിൽ പ്രധാനികളായിട്ടുള്ളത് മറ്റു ചില ആളുകളുമുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ ചിലർക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നമ്മളൊരു വിഭാഗത്തെ മോശമായി ചിത്രീകരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. വസ്തുതാപരമായിട്ട് വന്ന വാർത്തയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. അതായത് ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ളൊരു മതപരിവർത്തനമാണ് നേപ്പാൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇക്കാര്യം നേരത്തെ BBC പോലുള്ള അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് ക്രിസ്ത്യൻ മിഷണറിമാർ നേപ്പാളിൽ ബുദ്ധൻ്റെ ജന്മസ്ഥലം ലക്ഷ്യമിടുന്നു എന്ന തലക്കെട്ടിൽ BBCയുടെ വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് നേരത്തെയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ US നിന്ന് നേപ്പാളിലേക്ക് വന്ന കുറച്ച് ടൂറിസ്റ്റുകൾ 15 ദിവസത്തെ വിസ എടുത്തുകൊണ്ടാണ് ഒരു ടൂറിസ്റ്റ് വിസ എടുത്തുകൊണ്ടാണ് അവർ നേപ്പാളിലെത്തിയത്. ഈ നേപ്പാളിലെത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മതപരിവർത്തനം നടത്തുക, പ്രത്യേകിച്ച് ബുദ്ധന്മാരെയും അതോടൊപ്പം തന്നെ നേപ്പാളിലുള്ള ഹിന്ദുക്കളെയും തദ്ദേശീയ വിഭാഗങ്ങളെയൊക്കെ അവരുടെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അവർ എത്തിയത്. ഇതിനവർ മറയാക്കിയത് സാമൂഹിക പരിവർത്തനമാണ്. അതായത് ഒരു കെട്ടിടം, ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടിടം നിർമ്മിച്ച് നൽകാം എന്ന് അവരൊരു താല്പര്യം അറിയിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകളെ കൂട്ടുക എന്നുമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് ഇപ്പോൾ പോലീസ് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സാമൂഹിക പരിവർത്തനമാണ് മറയാക്കി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് 1, 2, 3 അല്ല, ഒരു 10-20ഓളം ആളുകൾ ഇപ്പോൾ US പൗരന്മാർ പിടിയിലായിട്ടാണുള്ളത്. ഇവരുടെ പാസ്പോർട്ട് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇവരെ നാട് കടത്താനടക്കമുള്ള ലക്ഷ്യങ്ങൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഇപ്പം വളരെ സമഗ്രമായ രീതിയിൽ ഇതിൻ്റെ എല്ലാ വശങ്ങളെയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അത് എന്ത് തന്നെയായാലും ഈ നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം നേപ്പാളിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ. നേപ്പാൾ എന്ന് പറയുന്നത് ലോകത്തിലെ ഹിന്ദു രാഷ്ട്രമായി നിന്ന ഒരു രാജ്യമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. അവിടെ നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടുത്തെ രാജഭരണം അട്ടിമറിച്ച് അവിടുത്തെ ഹിന്ദു നേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ എടുത്തു കളയുകയുണ്ടായത്. ഇപ്പോൾ വീണ്ടും ഹിന്ദു രാഷ്ട്ര പദവി തിരികെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ തരത്തിൽ അവിടെയുള്ള ബുദ്ധ, ജൈന, ഹിന്ദു വിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ തരത്തിൽ ആളുകൾ അവിടേക്ക് നുഴഞ്ഞു കയറുകയും ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ, സാമൂഹികപരമായ പ്രവർത്തനങ്ങൾ, ഈ പറയുന്ന ശുശ്രൂഷ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൂടെയൊക്കെ ആളുകളുടെ മനസ്സിലേക്ക് എത്തപ്പെടുകയും അങ്ങനെ അവരെ പതുക്കെ മതം മാറ്റം വരുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഏജൻസികളെ പോലെ ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തു വന്ന വിവരം. ഏത് തരത്തിലാണ് ഇവരെ ഇതിന് റിക്രൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ആരാണ് ഇവരെ നിയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ വളരെ വലിയ രീതിയിൽ അന്വേഷണം നടത്തേണ്ടതും എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് പഠിക്കേണ്ടതുമാണ്. അവിടെ കൃത്യമായിട്ട് US 17ഓളം അംഗങ്ങൾ, 17ഓളം US പൗരന്മാരെയാണ് നേപ്പാൾ നിലവിൽ ഈ പറയുന്ന കേസുകളൊക്കെ ബന്ധപ്പെട്ട് അവരുടെ അവരുടെ ലിസ്റ്റിൽ ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ 17 ആളുകളാണ്. ഇതിലൊരു ഇന്ത്യൻ പൗരനും ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഈ ഇന്ത്യൻ പൗരൻ ആരാണ്, ഇന്ത്യൻ പൗരൻ എന്താണ് ഒരു കാര്യം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവുക. ഈ 2011 സെൻസസ് കണക്കുകൾ പ്രകാരം നേപ്പാളിൽ 3,76,000
ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ്. അതായത് ഇപ്പോൾ അത് ഏകദേശം 5,40,50,000 വർദ്ധിച്ചിരിക്കുന്നത്. അതായത് 65% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഏറ്റവും പുതിയ സെൻസസ് പ്രകാരം ഈ സംഖ്യ 5,11,313 മാറിയിരിക്കുന്നത്. അപ്പോൾ ഈ BBC, ഞാൻ നേരത്തെ പറഞ്ഞ ഈ BBC റിപ്പോർട്ടിലൊക്കെ ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ക്രൈസ്തവ മിഷണറിമാർ മറ്റ് രാജ്യങ്ങളിൽ ചെന്നുകൊണ്ട് ഈ മിഷണറി പ്രവർത്തനത്തിൻ്റെയും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രവർത്തനമാണ് തങ്ങളുടെ ലക്ഷ്യം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ? എങ്ങനെയാണ് ഈ മതപരിവർത്തനം നടത്താൻ ഇവർക്ക് കഴിയുന്നത്? ഒരാളിൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധികളെ, സാമൂഹികമായ അരക്ഷിതാവസ്ഥയൊക്കെ മുതലെടുത്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ക്രിസ്ത്യൻ മതവും അതുപോലെ തന്നെ ഇസ്ലാമിക മതവും ഒക്കെ അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരൊരു സെമറ്റിക് മതങ്ങളാണ് അവർ. പക്ഷേ ആ സെമറ്റിക് മതത്തിൻ്റെ ഒരു കേഡർ സ്വഭാവമുണ്ട്. അവരുടെ ആളുകൾക്ക് ആർക്കെങ്കിലും പ്രശ്നം വന്നാൽ അവരെ സഹായിക്കാൻ അവർക്ക് 100,000 വഴികളുണ്ട് എന്നുള്ളതാണ്. അങ്ങ് താഴെ അവരുടെ ആരാധനാലയ കമ്മിറ്റികൾ മുതൽ അങ്ങ് മുകളിലേക്ക് അവരുടെ ഏറ്റവും മുകളിലുള്ള ആളുകൾ വരെ അതിനൊരു പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവരെ നിരന്തരമായി മോണിറ്ററിങ് ചെയ്യുന്നതിന്, മോണിറ്ററിങ്ങിന് വിധേയമാക്കുന്നതിന് അവർക്ക് സ്പിരിച്വൽ, അതായത് ആത്മീയപരമായിട്ടുള്ള ആളുകളെ അവരെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത കുട്ടി എപ്പോൾ പ്രസവിക്കണം, പ്രസവിച്ചിട്ടില്ലേ, എന്തുകൊണ്ട് രണ്ടാമത്തെ കുട്ടി ഉണ്ടായില്ല, മൂന്നാമത്തെ കുട്ടി എന്താ വരാത്തത്, നിങ്ങളെന്താ നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു ഫാമിലിയോട് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാൻ ഇവർക്കൊക്കെ ആരുണ്ട്? കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ഈ മതപരിവർത്തനമൊക്കെ ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ ഹിന്ദു വിഭാഗത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹിന്ദുക്കളും ബുദ്ധന്മാരുമൊക്കെ ഇവരുടെയൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വലിയ രീതിയിൽ ആരും ഇല്ല. നമ്മളൊക്കെ ഒരുപാട് ഹിന്ദുമത രാഷ്ട്രം അല്ലെങ്കിൽ ഹിന്ദു ഭൂരിപക്ഷമായിട്ടുള്ള ഭരണകക്ഷിയാണ് ഇന്ത്യ ഭരിക്കുന്നത്, നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമാണ്, ലോകത്ത് മൊത്തം 3-ാം സ്ഥാനത്ത് ഹിന്ദുക്കൾ എന്നൊക്കെ പറയുമ്പോഴും ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്ര ഹിന്ദു സംഘടനകളുണ്ട്, ഒരു ഹിന്ദുവിന് എന്തൊക്കെ പ്രശ്നമുണ്ട്, ഒരു ദരിദ്രനായ ഹിന്ദു എത്രത്തോളം ഉണ്ട്, ആരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. തീർച്ചയായും ഈ ഒരു പൊതു മിനിമം പരിപാടി അവതരിപ്പിക്കാൻ പോലും നമ്മുടെ ഹിന്ദു സംഘടനകൾ കഴിയാറില്ല എന്നുള്ളതാണ് ഈ പറയുന്ന പോലെ ഹിന്ദുക്കളെ മതം മാറ്റുന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയാനുള്ളത്. ഇവിടെ ഏതാനും പേരുകൾ ഞാനൊന്ന് വായിക്കാം. റയാൻ മാത്യു കാർട്ടർ, സിലാസ് ഡാനിയൽ ഫോക്സ്, റസൽ തോമസ് ഹോവൽസ്, റോസ് ബ്രയൻ ഹോവൾഡ്, മാർക്ക് അലൻ സമ്മേഴ്സ്, മാത്യു ബ്രയാൻ തുടങ്ങിയ ആളുകളെയാണ്, 17ഓളം ആളുകളെയാണ്, അതിലൊരു ഇന്ത്യൻ പൗരൻ കൂടിയുണ്ട്, അവരാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ മുമ്പാകെ പിടിയിലായിരിക്കുന്നത്. അപ്പോൾ ഈ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട്, സുവിശേഷ പ്രവർത്തനമൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ അതിനെ കൃത്രിമമായ രീതിയിൽ മറ്റെന്തൊക്കെയോ ഉദ്ദേശത്തോടു കൂടി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ള തിരിച്ചറിവുകളാണ് ഇത്തരം വാർത്തകൾ നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇതൊരിക്കലും ഒരു വിഭാഗത്തിനെതിരെയുമല്ല. അനധികൃതമായിട്ട് അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് നടത്തുന്ന മതപരിവർത്തനങ്ങളെ തടയുക തന്നെ വേണം, എതിർക്കുക തന്നെ വേണം. അത് ആര് ചെയ്തു തരും? തീർച്ചയായിട്ടും.